കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വിവാദപരവുമായ ജലസംഭരണികളിലൊന്നാണ്. ഈ അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലാണ്. അന്നത്തെ മദിരാശി പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന തമിഴ്നാട്ടിലെ കൃഷിക്കാവശ്യമായ ജലസേചനത്തിനു വേണ്ടിയായിരുന്നു ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനു മുമ്പ് ബ്രിട്ടീഷ് ഭരണകൂടം തിരുവിതാംകൂർ മഹാരാജാവുമായി ഒരു കരാർ ഉണ്ടാക്കി. ഈ കരാർ പ്രകാരം പെരിയാർ നദിയിൽ നിന്നും വെള്ളം തിരിച്ചുവിടുന്നതിനുള്ള അവകാശം മദിരാശി പ്രസിഡൻസിക്ക് ലഭിച്ചു. പകരമായി തിരുവിതാംകൂറിന് പാട്ടത്തുക നൽകാമെന്നും സമ്മതിച്ചു. ഈ കരാർ 999 വർഷത്തേക്കായിരുന്നു ഒപ്പുവെച്ചത്. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരവും തുടർന്നു പോന്നു. അണക്കെട്ടിന്റെ നിർമ്മാണം 1887-ൽ ആരംഭിച്ചു. മേജർ ജോൺ പെന്നിഗ്വീക്ക് ആയിരുന്നു ഈ പദ്ധതിയുടെ ചീഫ് എഞ്ചിനീയർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി എഞ്ചിനീയർമാരും തൊഴിലാളികളും ഈ വലിയ പദ്ധതിയിൽ പങ്കാളികളായി. നിർമ്മാണത്തിനായി അന്നത്തെ കാലത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. ഗ്രാവിറ്റി ഡാം രീതിയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. ഇതിൽ കല്ലുകളും സിമന്റും ഉപയോഗിച്ച് ഒരു വലിയ ഭിത്തി പോലെ നിർമ്മിക്കുകയും അതിന്റെ സ്വന്തം ഭാരം കൊണ്ട് വെള്ളത്തിന്റെ മർദ്ദത്തെ ചെറുക്കുകയുമാണ് ചെയ്യുന്നത്. നിർമ്മാണത്തിൽ ഉപയോഗിച്ച പ്രധാന വസ്തുക്കൾ കല്ലുകളും കുമ്മായവും സുർക്കി എന്നറിയപ്പെടുന്ന ഇഷ്ടിക പൊടിയുമായിരുന്നു. ഇവ കൂട്ടിക്കലർത്തിയുണ്ടാക്കിയ മിശ്രിതമാണ് അണക്കെട്ടിന്റെ ഘടനയ്ക്ക് ഉപയോഗിച്ചത്. ഇതിനെ ലൈം സുർക്കി കോൺക്രീറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് വെള്ളത്തിൽ കൂടുതൽ ബലമുള്ളതും സ്ഥിരതയുള്ളതുമായ ഒരു നിർമ്മാണ രീതിയായിരുന്നു. നിർമ്മാണ സമയത്ത് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പ്രധാനമായും വനപ്രദേശത്തിന്റെ ദുർഘട കാലാവസ്ഥ, രോഗങ്ങൾ എന്നിവയായിരുന്നു പ്രധാന തടസ്സങ്ങൾ. മലേറിയ പോലുള്ള രോഗങ്ങൾ മൂലം നിരവധി തൊഴിലാളികൾ മരണമടഞ്ഞു. എന്നിരുന്നാലും ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് 1895-ൽ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി. അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ അതിന്റെ ഉയരം 176 അടിയും നീളം 1200 അടിയുമായിരുന്നു. 15.9 ബില്യൺ ക്യൂബിക് അടി വെള്ളം സംഭരിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു ഈ അണക്കെട്ടിന്. ഇത് തമിഴ്നാട്ടിലെ വൈഗൈ നദിയിലേക്ക് തിരിച്ചുവിടുന്നതിനായി 5704 അടി നീളമുള്ള ഒരു തുരങ്കവും നിർമ്മിച്ചു. ഇതുവഴി മധുര, രാമനാഥപുരം തുടങ്ങിയ ജില്ലകളിലെ കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കി. അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ തമിഴ്നാട്ടിലെ കൃഷിമേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. മുൻപ് വരൾച്ച ബാധിതമായിരുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ സാധിച്ചു. ഇത് ആ പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തോതിൽ സഹായകമായി. എന്നാൽ കേരളത്തിന്റെ കാര്യത്തിൽ അണക്കെട്ട് നിർമ്മിച്ചതോടെ പെരിയാർ നദിയിലെ ജലവിധാനം കുറഞ്ഞു. ഇത് പിന്നീട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമായി. കാലക്രമേണ അണക്കെട്ടിന്റെ ബലക്ഷയം ഒരു പ്രധാന വിഷയമായി മാറി. 1979-ൽ അണക്കെട്ടിന്റെ മെയിൻ സ്പിൽവേയുടെ തകർച്ച മൂലം വലിയ തോതിൽ വെള്ളം ഒഴുകിപ്പോയി. ഇതിനെ തുടർന്ന് അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നുവന്നു. 1979 മുതൽ 2021 വരെ നിരവധി തവണ അണക്കെട്ടിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2012 മുതൽ 2014 വരെ നടത്തിയ ശക്തിപ്പെടുത്തൽ പ്രവർത്തനങ്ങളാണ്. ഇതിനായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. കേരള സർക്കാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ തമിഴ്നാട് സർക്കാർ അണക്കെട്ട് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന നിലപാടിലാണ്. ഈ വിഷയത്തിൽ നിരവധി കോടതി കേസുകളും നടന്നിട്ടുണ്ട്. സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതികൾ പലതവണ അണക്കെട്ട് പരിശോധിച്ചിട്ടുണ്ട്. അണക്കെട്ടിന്റെ ജലനിരപ്പ് എത്രയായിരിക്കണമെന്നത് മറ്റൊരു തർക്ക വിഷയമാണ്. നിലവിൽ 142 അടിയാണ് പരമാവധി ജലനിരപ്പായി അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് 152 അടിയായി ഉയർത്തണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. അണക്കെട്ടിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ വിവിധ വശങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അണക്കെട്ടിന്റെ പ്രായം. 125 വർഷത്തിലധികം പഴക്കമുള്ള ഈ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും പഴയവയിലൊന്നാണ്. സാധാരണയായി ഇത്തരം അണക്കെട്ടുകളുടെ ആയുസ് 50 മുതൽ 100 വർഷം വരെയാണെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾ മൂലം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആയുസ് നീട്ടിയിട്ടുണ്ട്. രണ്ടാമതായി അണക്കെട്ടിന്റെ നിർമ്മാണ രീതി. ലൈം സുർക്കി കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ആധുനിക പോർട്ട്ലാൻഡ് സിമന്റ് കോൺക്രീറ്റിനേക്കാൾ ദുർബലമാണെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ മറ്റു ചിലർ ഈ നിർമ്മാണ രീതി കൂടുതൽ സ്ഥിരതയുള്ളതാണെന്നും വാദിക്കുന്നു. മൂന്നാമതായി അണക്കെട്ടിന്റെ സ്ഥാനം. ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ പ്രദേശത്ത് ചെറിയ തോതിലുള്ള ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അണക്കെട്ടിന്റെ ഘടനയെ ബാധിക്കുമോ എന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. നാലാമതായി കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം മൂലം അസാധാരണമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അണക്കെട്ടിന്റെ ഇപ്പോഴത്തെ ബലം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ അഭിപ്രായത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം അണക്കെട്ട് പൂർണ്ണമായും സുരക്ഷിതമാണ്. അവരുടെ വാദമനുസരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തിയ ശക്തിപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ അണക്കെട്ടിന്റെ ആയുസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
കൂടാതെ നിരന്തരമായ പരിശോധനകളും പരിപാലന പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ കേരള സർക്കാരിന്റെ നിലപാട് വ്യത്യസ്തമാണ്. അവരുടെ അഭിപ്രായത്തിൽ അണക്കെട്ടിന്റെ പഴക്കവും നിർമ്മാണ രീതിയും കണക്കിലെടുക്കുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല. ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നാണ് കേരളത്തിന്റെ നിലപാട്. ഇത് രണ്ട് സംസ്ഥാനങ്ങൾക്കും പ്രയോജനപ്പെടുമെന്നാണ് അവരുടെ വാദം. സ്വതന്ത്ര വിദഗ്ധരുടെ അഭിപ്രായങ്ങളും വ്യത്യസ്തമാണ്. ചിലർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ മറ്റു ചിലർ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം അത് സുരക്ഷിതമാണെന്ന് അഭിപ്രായപ്പെടുന്നു. അണക്കെട്ടിന്റെ ഭാവിയെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ചിലർ അണക്കെട്ട് നിർത്തലാക്കി പുതിയൊരെണ്ണം നിർമ്മിക്കണമെന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ നിലവിലുള്ളത് തന്നെ നവീകരിച്ച് തുടരണമെന്ന അഭിപ്രായക്കാരാണ്. അണക്കെട്ട് നിർത്തലാക്കുന്നത് സാമ്പത്തികമായും പാരിസ്ഥിതികമായും വലിയ ചെലവുകൾ ഉണ്ടാക്കുമെന്നാണ് ഈ വാദത്തിന് പിന്നിലെ യുക്തി. നിലവിലെ സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ പ്രവർത്തനം തുടരുകയാണ്. എന്നാൽ ഇതിന്റെ സുരക്ഷയും ഭാവിയും സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച സുരക്ഷാ സമിതി അണക്കെട്ടിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്നുണ്ട്. ജലനിരപ്പ് നിയന്ത്രിക്കുന്നതും ഈ സമിതിയുടെ നിർദ്ദേശാനുസരണമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിലനിൽപ്പ് കേരളത്തിനും തമിഴ്നാടിനും വളരെ പ്രധാനമാണ്. തമിഴ്നാടിന്റെ കാര്യത്തിൽ ഈ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം അവരുടെ കൃഷിക്കും കുടിവെള്ള ആവശ്യങ്ങൾക്കും അത്യാവശ്യമാണ്. മധുര, തേനി, ദിണ്ടുക്കൽ തുടങ്ങിയ ജില്ലകളിലെ ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമി ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതേസമയം കേരളത്തിന്റെ കാര്യത്തിൽ അണക്കെട്ടിന്റെ സുരക്ഷയാണ് പ്രധാന വിഷയം. അണക്കെട്ട് തകർന്നാൽ അത് കേരളത്തിലെ നിരവധി ജില്ലകളെ ബാധിക്കും. ഇരു സംസ്ഥാനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. ഇതിനായി വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു സമഗ്ര പഠനം നടത്തേണ്ടതുണ്ട്. അണക്കെട്ടിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിശദമായി പരിശോധിക്കാം. 2012 മുതൽ 2014 വരെ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ അണക്കെട്ടിന്റെ ബലം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും അണക്കെട്ടിന്റെ ഉപരിതലത്തിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കാപ്പിംഗ് നടത്തി. കൂടാതെ ഗ്രൗട്ടിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അണക്കെട്ടിന്റെ അടിത്തറ ശക്തിപ്പെടുത്തി. ഇതോടൊപ്പം പുതിയ സ്പിൽവേകൾ നിർമ്മിക്കുകയും ചെയ്തു. ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം അണക്കെട്ടിന്റെ സുരക്ഷ വർദ്ധിച്ചിട്ടുണ്ടെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. 2012-ൽ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി അണക്കെട്ട് പരിശോധിച്ച ശേഷം അത് സുരക്ഷിതമാണെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ കേരളം വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അണക്കെട്ടിന്റെ സാങ്കേതിക വശങ്ങൾ കൂടാതെ അതിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. അണക്കെട്ട് നിർമ്മിച്ചതോടെ പെരിയാർ നദിയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടു. ഇത് നദീതട പരിസ്ഥിതി വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് അണക്കെട്ട് നിർമ്മിച്ചതോടെ പെരിയാർ കടുവ സങ്കേതത്തിന് രൂപം നൽകാൻ സാധിച്ചു. ഇന്ന് ഇത് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കടുവ സങ്കേതങ്ങളിലൊന്നാണ്. ഇത് ആ പ്രദേശത്തെ വന്യജീവി സംരക്ഷണത്തിന് സഹായകമായിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭാവി എന്തായിരിക്കണമെന്നത് സംബന്ധിച്ച് ഒരു സമഗ്രമായ പഠനം നടത്തേണ്ടതുണ്ട്. ഇതിൽ എഞ്ചിനീയർമാർ, ഭൂഗർഭശാസ്ത്രജ്ഞർ, പരിസ്ഥിതി വിദഗ്ധർ, സാമൂഹിക ശാസ്ത്രജ്ഞർ തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തണം. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ദീർഘകാല പരിഹാരം കണ്ടെത്തേണ്ടത്.